ഗുഡ് മോർണിംഗ് ഓൾ. അവിടെ ബാക്കിയുള്ളവരൊക്കെ? നിങ്ങളുടെ എന്തെങ്കിലും മൂസിൻ സാറെ കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് മറ്റേ പോസ്റ്റ് സ്ക്രീൻ ഷെയറിങ് എനേബിൾ ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇത് വേറെ കോണ്ടാക്ട് ഉള്ളത് ഫോണില്ല. ഓക്കെ, താങ്ക് യു സാർ. മൂസിൻ സാറെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതായത് സാറിന് കോണ്ടാക്ട് ചെയ്തു.
ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻവയോൺമെന്റ് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. ഈ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എല്ലാ ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നത് 2 മെത്തേഡ്സ് ആണ്. അതിലൊരു മെത്തേഡ് പെസ്റ്റ് അനാലിസിസ് ആണ്, രണ്ടാമത്തെ മെത്തേഡ് സോട്ട് അനാലിസിസ് ആണ്. നമുക്കറിയാം ബിസിനസ്സിന് 2 എൻവയോൺമെന്റ് ആണുള്ളത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഇന്റേണൽ എൻവയോൺമെന്റും. ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യാൻ മാത്രമായിട്ടാണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എൻവയോൺമെന്റ് അനാലിസിസ് മെത്തേഡാണ് പെസ്റ്റ് അനാലിസിസ്. അതായത് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അനാലിസിസ്. ഇനി ഇന്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് സോട്ട് അനാലിസിസ്. പക്ഷെ സോട്ട് അനാലിസിസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സോട്ട് അനാലിസിസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് മെത്തേഡാണ് നമ്മൾ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്റേണൽ എൻവയോൺമെന്റും അനലൈസ് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ എൻവയോൺമെന്റും അനലൈസ് ചെയ്യാൻ പറ്റും. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ or in the environment. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യുക ഒരു എൻവയോൺമെന്റിനെയാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയും. ആ ബിസിനസ് എൻവയോൺമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഈ 4 കാര്യങ്ങളും അനലൈസ് ചെയ്യാണ് സോട്ട് അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എവിടുന്നാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുക. മനസ്സിലാക്കുക, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി ഒരു കേസ് അനാലിസിസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു സിറ്റുവേഷൻ അനാലിസിസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ നാളെ റിയൽ ലൈഫിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ്. നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് സോട്ട് അനാലിസിസ്. കാരണം നമ്മൾ ബിസിനസിന്റെ എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും, നമ്മളെ ബിസിനസിന്റെ ഏത് ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ എന്താണ് സോട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് എടുക്കുക. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസിന്റെ മാത്രമല്ല, ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇത്രയും ആൾക്കാർ CMA ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ CMA ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, നിങ്ങൾ സോട്ട് അനാലിസിസ് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സ്ട്രെങ്ത്, നിങ്ങളെ എബിലിറ്റി, സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എബിലിറ്റി ഓഫ് എ പേഴ്സൺ ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്. നിങ്ങളെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളെ എബിലിറ്റി, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് ഏതാണ്, അക്കൗണ്ട്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് അക്കൗണ്ട്സ് ആണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് വരാം. നിങ്ങൾക്ക് തിയറി ചിലപ്പം താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക ആർക്കിടെക്ചർ ടൈപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ താല്പര്യം, ഈ കോഡിങ് താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ലിമിറ്റേഷൻ ആവാം. ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് രണ്ടും നമ്മൾ എന്താണ് ഇന്റേണൽ എൻവയോൺമെന്റിലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുക. വൈൽ വി ലുക്ക് ടു അസ് ഓർ വൈൽ വി ലുക്ക് ടു ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ, നമ്മളെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മളെ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് എന്താണ്, നമ്മളെ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാവുക.
ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും മനസ്സിലാക്കണമെങ്കിൽ വിച്ച് ലൈസ് ഇൻസൈഡ് ദ പേഴ്സൺ ഓർ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് മനസ്സിലാവും അയാൾ എന്തിലാണ് സ്ട്രോങ്. And next he is analyzing opportunities and threats. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിമിറ്റേഷൻസ്. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എവിടെയാണുള്ളത്, ഇന്റേണൽ എൻവയോൺമെന്റിലാണോ? അല്ല. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലാണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുക, ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെഡ്സിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി? ഒരു ബിസിനസ് എപ്പോഴാണ് സക്സസ്ഫുൾ ആവുക? ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുക എപ്പോഴാണ്? ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുക. എന്താണ് ഓപ്പർച്യൂണിറ്റി? ഒരു ബിസിനസ്സിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോഴാണ് സക്സസ്ഫുൾ ആവുക. ഓപ്പർച്യൂണിറ്റി എവിടെയാണ് ഉള്ളത്? എക്സ്റ്റേണൽ എൻവയോൺമെന്റിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺഫേവറബിൾ സിറ്റുവേഷൻ. ബിസിനസ്സിന് അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇതും എക്സ്റ്റേണൽ എൻവയോൺമെന്റിലാണ് ഉള്ളത്. അപ്പോ ഇത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ബിസിനസ് എപ്പോഴും ഒരു ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു വെഞ്ചർ അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് എന്ത് ആയിക്കോട്ടെ, ഒരു ബിസിനസ് മുന്നിട്ട് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത്, SWOT അനാലിസിസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഡു എൻവയോൺമെന്റ് അനാലിസിസ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യം, SWOT അനാലിസിസ് അറ്റംപ്റ്റ്സ് ടു അസസ് ദ ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. Because of SWOT analysis, we are able to understand the strength and weakness of the organization which is there in the internal environment. And we are able to understand opportunities and threats that are available in the external environment. ഈ 4 എലമെന്റ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന്റെ മെയിൻ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഓർഗനൈസേഷന്റെ മെയിൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി SWOT അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യേണ്ട അപ്രൈസൽ ഷുഡ് ബി പെർട്ടിക്കുലർ അറ്റൻഷൻ ടു ദ ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് SWOT അനാലിസിസ് ആണ്. SWOT അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ചില കാര്യങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. SWOT അനാലിസിസ് എപ്പോൾ ചെയ്യുമ്പോഴും, when we are doing SWOT analysis, we should always look into the past financial statements. We should look into the past financial statements and we should look into the major areas of assets and liabilities in the past financial statement. ഒന്ന്, നമ്മളെ കമ്പനിയുടെ ഇപ്പൊ നമ്മളിപ്പോ ഈ വർഷം നമ്മൾ SWOT അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ മേജർ അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത്, ഏത് ആക്ടിവിറ്റിയിൽ നിന്നാണ് നമുക്ക് ലയബിലിറ്റി വന്നിട്ടുള്ളത്. രണ്ടാമത്തത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് കിട്ടും, കാരണം എന്ത് ചെയ്താൽ മതി, നമ്മൾ അതേ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ IPO നമുക്ക് വാങ്ങിച്ചാൽ മതി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി ആയിരിക്കും മിക്കവാറുള്ള കമ്പനികളും. സോ വി വിൽ ആൾസോ ഗെറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ SWOT അനാലിസിസ് ചെയ്യുമ്പോൾ. ഒന്ന്, നമ്മളെ പാസ്റ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ പാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മേജർ പ്രോഫിറ്റ് തന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവന്റ്സ് ഏതൊക്കെയെന്ന് അനലൈസ് ചെയ്യുക, നമുക്ക് ലയബിലിറ്റീസ് ജനറേറ്റ് ചെയ്ത ഇവന്റ്സ് ഏതൊക്കെയെന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്,
അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ് മിക്സ്. എന്താ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? കോമ്പിനേഷൻ ഓഫ് 4 വാരിയബിൾസിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് അല്ലെ, മാർക്കറ്റിംഗ് മിക്സ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ, നമ്മുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് മിക്സ് കോമ്പിനേഷൻ എങ്ങനെയാണ്, അതായത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇതാണ് കോമൺ മാർക്കറ്റിംഗ് മിക്സ്. ഇന്നത് എന്താ പറയാ, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഫിസിക്കൽ പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്, പീപ്പിൾ, പൊളിറ്റിക്സ് എന്ന് വരെ അങ്ങനെ 7 ഉണ്ടായിരുന്നത്, പിന്നെ അത് 8 മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ മൈൻഡ് സെറ്റിൽ പൊസിഷൻ ചെയ്തിട്ടുള്ളത്? പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടാണോ, ഒരു മീഡിയം പ്രൊഡക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസ് പ്രൊഡക്റ്റ് ആയിട്ടാണോ? നമ്മളെ മാർക്കറ്റിംഗ് മിക്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, മാർക്കറ്റിംഗ് മിക്സ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ സിറ്റുവേഷൻ എന്താണ്, ഈ പ്രൈസ് നമുക്ക് എത്ര പ്രോഫിറ്റ് തരുന്നുണ്ട്, നമ്മളെ പ്രൈസും കോമ്പറ്റീറ്റർ പ്രൈസും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്, നമ്മുടെ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിൽ എത്ര ആൾക്കാർ വിൽക്കുന്നുണ്ട് ഇതേ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ പ്രൈസിന്റെ സെയിം പ്രൈസിൽ എത്ര ആൾക്കാർ ഇത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, നമ്മുടെ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ എത്ര ആൾക്കാർ വിൽക്കുന്നുണ്ട്, നമ്മളും മാർക്കറ്റിൽ നമ്മളെ ബിസിനസ്സിലെ മാർക്കറ്റ് ലീഡറും തമ്മിലുള്ള പ്രൈസിന്റെ വ്യത്യാസം എന്താണ്, ഇത് അനലൈസ് ചെയ്യാം. പിന്നെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാൻ ഇമ്പോർട്ടന്റ് ആ ബിസിനസിന്റെ എന്താ പറയാ ഇന്റേണൽ ടീം മാത്രമല്ല, ആ ബിസിനസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ ഒരു കാറിന്റെ കമ്പനിയാണെന്നില്ല, ആ കമ്പനി മാനുഫാക്ചർ ചെയ്തിട്ട് അതിന്റെ സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ഡിസ്ട്രിബ്യൂട്ടറിനെയാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് ഹോൾസെയിലർക്ക് കൊടുക്കണ്, ഹോൾസെയിലറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് റീറ്റെയിലർക്ക് എത്തണ്, റീറ്റെയിലറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തണ്. ഈ ഹോൾസെയിലർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലാതെ വെക്കുക, ആരെയാണ് ഇത് ബാധിക്കുക? അൾട്ടിമേറ്റ്ലി കമ്പനിനെയാണ് ബാധിക്കുക. ഹോൾസെയിലർ പ്രോപ്പർ ആയിട്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡെലിവറി ചെയ്യുന്നില്ല. റീറ്റെയിലർ പ്രോപ്പർ ആയിട്ട് കസ്റ്റമേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ആരുടെ പ്രൊഡക്റ്റ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഗോഡൌണിൽ ഇരിക്കും. അപ്പോ ഇത് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മളെ സപ്ലയേഴ്സിന്റെ ക്വാളിറ്റി നമ്മൾ അനലൈസ് ചെയ്യണം. ഇതാണ് നമ്മൾ അടുത്തത് അനലൈസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, നമ്മളെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു മാസം നമ്മൾ ഇപ്പൊ ഒരു മാസം നമ്മൾ എന്താണ്, നമ്മളെ സെയിൽസ് നോക്കുമ്പോൾ ഇപ്പൊ 1 മില്യൺ ആണ് നോക്കുക. അപ്പൊ നമുക്ക് സെയിൽസ് കൂട്ടണം. നമ്മൾ അടുത്ത മാസം നമ്മൾ കുറെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് സെയിൽസ് എത്ര ആയെന്ന് നോക്കും. ഈ 1 മില്യൺ എന്നുള്ളത് കൂടിയിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മളെ മാർക്കറ്റിംഗ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എഫക്റ്റീവ് അല്ല. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഐഡ എന്ന് പറയും, നമ്മൾ ഐഡ സീക്വൻസ് എന്ന് പറയും, അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. അതാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമുക്ക് എന്താ പറയാ പ്രൊമോഷൻസ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത് അനലൈസ് ചെയ്യും. ഇത് നമ്മൾ സോട്ട് അനാലിസിസിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നെന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പാരിസൺ ആൻഡ് അനാലിസിസ് വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ്. രണ്ടാമത് എന്താണ്, അനലൈസിങ് ഓഫ് അവർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, quality of the distribution channel and performance of the distribution channel. പിന്നെന്താണ്, analysis of our marketing mix, which means product, price, place and promotion. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ how analyzing how our product is positioned in the mind of customers. നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം എന്താണ്, എന്ത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കസ്റ്റമേഴ്സിന്റെ ഉള്ളിൽ അത് പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരാളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ടല്ലോ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ മുസമ്മിൽ എങ്ങനത്തെ ആളാണ്. അപ്പോൾ എന്താ, മുസമ്മിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലാണ് ഇർഷാദ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് പൊസിഷനിങ്. കാരണം എന്താ, മുസമ്മിൽ ഈസ് എ ഗുഡ് പേഴ്സൺ എന്ന് ഇർഷാദിന്റെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില പ്രൊഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ പ്രൊഡക്റ്റ്, ഒറ്റയടിക്കാൻ നമ്മൾ പറയും സൂപ്പർ പ്രൊഡക്റ്റ് ആണെന്ന് പറയും. ചില പ്രൊഡക്റ്റ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും അത് കുഴപ്പമില്ല എന്ന് പറയും. ചില പ്രൊഡക്റ്റ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും അത് ഓക്കെ ആണ്, പക്ഷെ വേറെ ഉണ്ടോ എന്ന് നോക്കിക്കാളെ എന്ന് പറയും. ചില പ്രൊഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയും. അപ്പൊ ഇതാണ് എന്ത്, പ്രൊഡക്റ്റ് പൊസിഷനിങ് ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. ചിലപ്പോൾ നമ്മൾ ഈവൻ യൂസ് പോലും ചെയ്യാത്ത ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് പറയും, അതൊരു സുഖമില്ല എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാ അട്രാക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഏത് രീതിയിലാണ് പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ നമ്മളെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, SWOT അനാലിസിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മളെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, നമുക്ക് അസറ്റ്സ് എത്ര ഉണ്ട്, ലയബിലിറ്റി എത്ര ഉണ്ട് കറന്റ്ലി, നമുക്ക് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, നമുക്ക് ബിസിനസ്സിനെ ഇഷ്യൂ ചെയ്യാനുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നമ്മൾ അനലൈസ് ചെയ്യണം. ഇനി കോസ്റ്റ് സ്ട്രക്ചർ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോസ്റ്റ് സ്ട്രക്ചർ അനാലിസിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പോൾ ഒരു കമ്പനി ഹൈ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈസ് റിലേറ്റീവ്ലി വീക്ക് പൊസിഷൻ വിത്ത് റിഗാർഡ്സ് ടു ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. കാരണം എന്താ, പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ അത്ര സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിന് ബ്രേക്ക് ഈവൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ മാനേജ്മെന്റിന്റെ സ്കിൽസ്, എബിലിറ്റി, അവരെത്രത്തോളം പ്രോപ്പർ ആയിട്ട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, അവരുണ്ടാക്കിയ പോളിസീസ് എത്രത്തോളം ക്വാളിറ്റി ആണ്, അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് എത്രത്തോളം പ്രോപ്പർ ആണ്, ഫാക്ട് ഓറിയന്റഡ് ആണ്, റിയൽ ടൈം ഓറിയന്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ എന്താ പറഞ്ഞത്, നമ്മൾ SWOT അനാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണ് SWOT അനാലിസിസ് എന്ന് പറഞ്ഞു. SWOT അനാലിസിസിൽ ഇന്റേണൽ എൻവയോൺമെന്റ് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി എന്തും അനലൈസ് ചെയ്യാം, പക്ഷെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എംപ്ലോയീസിനെ അനലൈസ് ചെയ്യാം, ടെക്നോളജി അനലൈസ് ചെയ്യാം, കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്യാം, എന്താ പറയാ ഗവൺമെന്റിനെ അനലൈസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് SWOT അനാലിസിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിർബന്ധമായിട്ടും SWOT അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രീവിയസ് ഇയേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, കമ്പനിയുടെ എന്താ പറയാ കസ്റ്റമേഴ്സിന്റെ ഉള്ളിലുള്ള പൊസിഷനിങ് സ്റ്റാറ്റസ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, മാർക്കറ്റിംഗ് മിക്സ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്, കോസ്റ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, മാനേജീരിയൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ സ്കിൽസ്, എബിലിറ്റി അനലൈസ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ കമ്പനിയുടെ പ്രസന്റ് ഫിനാൻഷ്യൽ സ്ട്രക്ചറും കമ്പനിക്ക് എത്രത്തോളം ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് SWOT അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു SWOT അനാലിസിസിൽ നമ്മൾ സ്ട്രെങ്ത് ആണ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് സ്ട്രെങ്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോർപ്പറേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ എംപ്ലോയീസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ഹൈലി പ്രൊഫഷണലൈസ്ഡ് മാനേജീരിയൽ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് എൻവയോൺമെന്റ് പ്രിവെയിലിംഗ് ഫോർ കമ്മിറ്റ്മെന്റ് ടു ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്ത് ടീം സ്പിരിറ്റ് ബൈ ദ വർക്ക് ഫോഴ്സ്. അല്ലെ, ഏതൊരു ഓർഗനൈസേഷന്റെയും സ്ട്രെങ്ത് എന്താണ്? ആ ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് ആണ് ഏതൊരു ഓർഗനൈസേഷന്റെയും സ്ട്രെങ്ത്. ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് ആണ് എന്ത്, ഏതൊരു ഓർഗനൈസേഷന്റെയും സ്ട്രെങ്ത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് ഹൈ പ്രൊഫഷണലൈസ്ഡ് managerial group including directors and the chief executives of an environment prevailing for commitment to jobs, highly committed people and highly responsible people. These are the biggest strength in the organization. അതിന് ശേഷം എന്ത് വരുന്നുള്ളൂ, ബാക്കിയുള്ളത് വരുന്നുള്ളൂ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ,
good marketing mix and product mix, full maximum utilization of resources, good infrastructure facilities, good industrial relation, no political interference. ഇതെല്ലാമാണ് എന്ത് ഓർഗനൈസേഷന്റെ ഗുഡ് റോ മെറ്റീരിയൽ ബേസ്, good subsidies from the government, good relation with the government department. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഓർഗനൈസേഷന്റെ കോർപ്പറേറ്റ് സ്ട്രെങ്ത്തിൽ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യത്തിന്റെ കൂടെ നമ്മൾ സ്ട്രെങ്ത്, സോട്ട് അനാലിസിസിൽ സ്ട്രെങ്ത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ട്രെങ്ത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യും. നമ്മളെ കമ്മിറ്റ്മെന്റ് ഓഫ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എംപ്ലോയീസ്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ, മാർക്കറ്റിംഗ് മിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, എന്താ പറയുക, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സപ്ലയേഴ്സിന്റെ ക്വാളിറ്റി, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ സോട്ട് അനാലിസിസിൽ സ്ട്രെങ്ത് അനാലിസിസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ഓക്കെ, ഒരു സെക്കൻഡ്. ഇനി എന്താണ് കോർപ്പറേറ്റ് വീക്ക്നെസ്? എന്താണ് കോർപ്പറേറ്റ് വീക്ക്നെസ്? വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ലിമിറ്റേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോർപ്പറേറ്റ് വീക്ക്നെസ് എന്ന് പറഞ്ഞത്. അപ്പോ സ്ട്രെങ്ത് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ അതോടുകൂടി തന്നെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ലിമിറ്റേഷൻ അല്ലെങ്കിൽ വീക്ക്നെസ്സും അനലൈസ് ചെയ്യേണ്ടത്. എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ലിമിറ്റേഷൻ ആണ് എന്ത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓർഗനൈസേഷൻ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് എന്ത് ചെയ്യൂല? പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. കുറെ റിസോഴ്സസ് ആവശ്യമില്ലാതെ, ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയാൽ നമ്മൾ പല കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തീരെ വലിയ കാര്യമായിട്ട് പ്രൊഡക്റ്റ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ തീരെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ അട്രാക്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും, നമുക്കൊരു പ്ലാൻ ഒക്കെ വാങ്ങുമ്പോണ്ടാവും, പക്ഷെ നമ്മൾ യൂട്ടിലൈസേഷൻ കുറക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ബുക്ക്, നല്ലൊരു ബുക്ക് ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക എക്സിബിഷനിലോ അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ബുക്ക് എക്സ്പോയിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ കണ്ടു, നിങ്ങൾ അതിൽ കുറേ നല്ല കണ്ടന്റ്സ് കണ്ടു. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. കണ്ടന്റ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റഡ് ആയി, നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി. അത് യൂസ്ഫുൾ ആണ് ആ ബുക്ക്. അങ്ങനെ നിങ്ങളത് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് 1-2 ദിവസം എന്ത് ചെയ്യും? അതിന്റെ ആദ്യത്തെ ഒരു 10 പേജ് അല്ലെങ്കിൽ 20 പേജ് വായിക്കും. ആ ബുക്കിന് എത്ര പേജ് ഉണ്ട്? 10-600 പേജ് ഉണ്ടെന്ന് വെക്കുക. ബാക്കി 500 പേജും വായിക്കൽ വളരെ കുറവായിരിക്കും, അല്ലേ? അങ്ങനത്തെ ബുക്സ് വീട്ടിലിരിക്കുന്നുണ്ടോ നിഹാലെ? അപ്പോ ഇതാണ് അണ്ടർ യൂട്ടിലൈസ്. ഇതന്നെ ഒരു ഓർഗനൈസേഷനിലും സംഭവിക്കുന്നത്. ഒരുപാട് റിസോഴ്സസ് എന്ത് ചെയ്യും? അക്വയർ ചെയ്യും, പക്ഷെ പല റിസോഴ്സും എന്താണ്? അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. പിന്നെ ലിമിറ്റേഷൻ എന്താണ്? അതിന്റെ ലയബിലിറ്റീസ്, ഡെപ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഓർഗനൈസേഷന്റെ നെക്സ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് മാറും. പിന്നെന്താണ്? ലാക്ക് ഓഫ് മാനേജീരിയൽ സ്ട്രെങ്ത്. ലാക്ക് ഓഫ് മാനേജീരിയൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് സ്കിൽഡ് അല്ലാതിരിക്കുക, എംപ്ലോയീസ് കോമ്പിറ്റന്റ് അല്ലാതിരിക്കുക, എംപ്ലോയീസിന് വേണ്ട എബിലിറ്റീസ് ഇല്ലാതിരിക്കുക. അത് ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ്. ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ, ആ ബിസിനസ് അല്ല, ആ ഇൻഡസ്ട്രി മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഇതിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അത് ഓരോ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എന്തായിക്കൊണ്ടിരിക്കുക? ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ടെക്നോളജി ഗ്യാപ്പ്, അത് ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്.
ഡിമാൻഡ് അല്ലെങ്കിൽ ലോ ഇൻഫ്രാസ്ട്രക്ചർ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്. റോ മെറ്റീരിയൽസിന്റെ ഇനഫ് സപ്ലൈ ഇല്ലാതിരിക്കുന്നത് ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്. ഇനി ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ടെക്നോളജി ഒരു ഓർഗനൈസേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതും ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ വീക്ക്നെസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കുക, നമുക്ക് എത്രത്തോളം റിസോഴ്സസ് ഉണ്ട്, എല്ലാ റിസോഴ്സും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, നമ്മളെ മാനേജേഴ്സിന്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ട്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എത്ര ശതമാനമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും മാർക്കറ്റിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം സപ്പോർട്ടീവ് ആണ്, നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഇനഫ് സപ്ലൈ ഉണ്ടോ, അതോ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റിൽ നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുന്നത്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് അത് അനലൈസ് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓർഗനൈസേഷന്റെ വിഷനും മിഷനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യേണ്ടത്. കാരണം ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, നല്ലൊരു പ്ലാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് നോക്കിയിട്ടാണ്, ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ അതിന്റെ ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും നോക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഇതും വിഷനുമായിട്ടും മിഷനുമായിട്ടും എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. നെക്സ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് ഓപ്പർച്യൂണിറ്റീസ്? ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ള ഫേവറബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞത്. അതായത് ടൈംലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് എന്ത് പറയാം, ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഇനി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് സീസണൽ ഡിമാൻഡ് കൂടുക അല്ലെ, പ്രൊഡക്റ്റിന്റെ സീസണൽ ഡിമാൻഡ് കൂടുക. പിന്നെന്താണ്, എക്സ്പോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഗവൺമെന്റ് എന്താണ് ശരിക്കും എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ ടാരിഫ് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. പക്ഷെ ചില സമയങ്ങളിൽ ചില രാജ്യങ്ങൾ എന്ത് ഒഴിവാക്കി തരും, എക്സ്പോർട്ട് താരിഫ് ഒഴിവാക്കി തരും, അല്ലെങ്കിൽ ഇമ്പോർട്ട് താരിഫ് ഒഴിവാക്കി തരും. അതെന്താണ്, എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനീസിന് എന്താണ്, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ്, റൂറൽ മാർക്കറ്റ്സ്, അത് ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ് ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കിട്ടുന്ന എന്താ പറയുക, സബ്സിഡീസ്, ഗ്രാൻഡ്, അഡ്വാൻസ്, ഇത് കമ്പനീസിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റി, മെർജർ ഓപ്പർച്യൂണിറ്റി, മെർജിംഗ് വിത്ത് സം അതർ കമ്പനി, അല്ലെങ്കിൽ അക്വിസിഷൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് എക്കണോമി, ഇപ്പോൾ ഓൾറെഡി നമ്മളെ രാജ്യം സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ, എക്കണോമിക്കലി സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാ ബിസിനസ്സിനും എന്താണ്, അത് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം രാജ്യം എക്കണോമിക്കലി സ്ട്രോങ് ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ രാജ്യത്തിന്റെ GDP കൂടുക. രാജ്യത്തിന്റെ GDP കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം കൂടും. ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, സ്പെൻഡിങ്ങും കൂടും. അതോടുകൂടി തന്നെ എക്കണോമി ബൂസ്റ്റിംഗ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി ഏതൊരു കാര്യത്തിനെ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ത്രെഡ്സ്. ത്രെഡ്സും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നാണ്. അപ്പൊ എന്താണ് ത്രെഡ്സ്? ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ്സിന്, നമ്മളെ ബിസിനസ്സിനുള്ള അൺഫേവറബിൾ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ത്രെഡ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴും എന്താണ്, ത്രെഡ്സ് അലേർട്ട് ആയിരിക്കണം. കാരണം എപ്പോ വേണമെങ്കിലും ഒരു ബിസിനസ്സിന് എന്തുണ്ടാക്കാം, ത്രെഡ് ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ബിസിനസ്സും ഒരു മെയിൻ കോർ പ്ലാൻ ഉണ്ടാക്കും, ഒരു പ്ലാൻ ബി ഉണ്ടാക്കും.
നമ്മൾ എന്തായാലും ഫോളോ ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്. രണ്ടാമത് ഇൻ കേസ് നമ്മൾ ഫസ്റ്റത്തെ പ്ലാന് പാളി പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ട ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ. കാരണം എന്താ, എപ്പോഴും ബിസിനസ്സിന് എന്തുണ്ട്, റിസ്കും ഉണ്ട്, അതുപോലെ തന്നെ ത്രെഡ്സും ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് ഓഫ് ലോസ്. ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസിന്റെ സ്മൂത്ത് ഫംഗ്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ബിസിനസിന്റെ സ്ട്രെങ്ത് ആണ്. എന്തൊക്കെയാണ് സ്വാഭാവിക അല്ലെങ്കിൽ സാധാരണയായിട്ട് ബിസിനസിന്റെ ത്രെഡ്സ് ആയിട്ട് മാറാറുള്ളത് അല്ലേ? ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നല്ല വശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇ കൊമേഴ്സ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സെല് ചെയ്യുന്ന റീറ്റെയിലർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആമസോൺ ആണ്. ആൻഡ് വൈ ആമസോൺ ഈസ് ദെയർ ഇൻ ഇന്ത്യ? ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ. എന്താ ഗ്ലോബലൈസേഷൻ? നമ്മളെ മാർക്കറ്റ് ലോകത്തുള്ള എല്ലാ രാജ്യക്കാർക്കും അല്ലെങ്കിൽ രാജ്യത്തുള്ള കമ്പനീസിനും ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യുക. ഓപ്പണിംഗ് ദ മാർക്കറ്റ് ടു ദ വേൾഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞത് അല്ലെ. ഇപ്പൊ കൊറോണയും കൂടെ ആയപ്പോ സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, ആൾക്കാർ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ, എന്താണ് സംഭവിക്കുന്നത്, കൂടുതൽ പർച്ചേസും എന്താണ് ഇ കൊമേഴ്സ് വഴിയായി. നമ്മൾ എല്ലാം ഓൺലൈനായിട്ടായി അല്ലെ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ 3 മാസത്തില് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ലാസ്റ്റ് 3 months അല്ലെങ്കിൽ ലാസ്റ്റ് 4 months ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിവൺ? ഓക്കെ, ഒരാളുണ്ട്. ഒരാളിൽ കൂടാതെ വേറെ എത്ര പേര് ആരെങ്കിലും ഉണ്ടോ? യെസ്. പിന്നെ 2 ആള്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ആളില് 2 ആള് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡേ ബൈ ഡേ ഇത് ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് കമ്പനീസിന് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിന് എന്താണ് ത്രെട്ടാണ്. ഓൺലൈനായിട്ട് വാങ്ങണ്ടെന്നല്ല, ഈവൺ ഐ യൂസ് ടു പർച്ചേസ്, ബട്ട് വി ആർ ഡിസ്കസിങ് ഓൺ ദ ബിസിനസ് പെർസ്പെക്റ്റീവ്. ഇതൊരു ത്രെട്ടാണ്. രണ്ടാമത്തത് കോമ്പറ്റീഷൻ. ഡേ ബൈ ഡേ ഏത് ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ്, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ കോമ്പറ്റീഷനും ഓഫ്ലൈൻ കോമ്പറ്റീഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് മേഖല ആയിക്കോട്ടെ. ഇത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ത്രെട്ടാണ്. പിന്നെ പ്രൈസ് കട്ടിങ് വാർ. പ്രൈസ് കട്ടിങ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനീസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കമ്പനീസ് എന്താണ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാക്സിമം പ്രൈസ് കുറച്ചിട്ട് പ്രൊഡക്റ്റ് വിൽക്കും. അപ്പൊ ചെറുകിട കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റൂല, മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റൂല. അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് പോവേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് പ്രൈസ് കുറക്കും അല്ലെ. ഇപ്പോ ജിയോ ചെയ്തത് എന്താണ്, ജിയോന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ജിയോ അത് ത്രെട്ടായിട്ടല്ല ചെയ്തത്. ജിയോ ബാക്കിയുള്ളവർക്ക് എന്തായിട്ട് മാറി, ത്രെട്ടായിട്ട് മാറി. ജിയോ വന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള മൊബൈൽ കമ്പനീസിന് എന്താ ത്രെട്ടായിട്ട് മാറി, നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. എന്താ പറയാ, വൊഡാഫോൺ എന്നുള്ളത് വൊഡാഫോൺ ഐഡിയ ആയിട്ട് മാറി. 2 കമ്പനീസ് ഒന്നായി. എയർടെലിന്റെ സെയിൽ കുറഞ്ഞു, പിന്നെ BSNL വളരെ അല്ലെങ്കിൽ കുറവാണ്, വീണ്ടും കുറഞ്ഞു. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടിങ് ഫ്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എക്സിസ്റ്റിംഗ് കൺട്രീസിലുള്ള കമ്പനീസിന് ത്രെട്ട് ആവും. ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ കമ്പനീസിന് ത്രെട്ട് ആവും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഒരു രാജ്യത്ത് എപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല, എപ്പോഴും പൊളിറ്റിക്കൽ പ്രോബ്ലംസ് നടക്കുകയാണ്. ആ സിറ്റുവേഷനിൽ അവിടെ എന്താണ്, അവിടെ ഒരു ബിസിനസ് നടക്കൂല. ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ വരുമ്പോൾ അത് ബിസിനസ്സിന് ത്രെട്ടായിട്ട് മാറും. കോസ്റ്റ്, ഇപ്പൊ ഇൻക്രീസ് ഇൻ ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ബാങ്കുകളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണ്. പകുതി മുക്കാല് ബിസിനസ്സും ബാങ്ക് ലോണിനെ അല്ലെങ്കിൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പൊ അവര് കോസ്റ്റ് കൂട്ടുക പറഞ്ഞാൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്,
അത് മൊത്തത്തിൽ ബിസിനസിന്റെ എക്സ്പെൻസ് കൂടുന്നതാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള ത്രെട്ടാണ്. ഇതാണ് ബിസിനസിന്റെ ത്രെഡ്സ്. ഇനി നെക്സ്റ്റ് അനാലിസിസ് ആണ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഇനി എന്താണ് ഫസ്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്യും. എന്താണ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഓഫർ ചെയ്യണ അവരുടെ മുഴുവൻ പ്രൊഡക്ട്സിനെയും അവരുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? പോർട്ട്ഫോളിയോ. മനസ്സിലാക്കുക, ഒരു കമ്പനി ഓഫർ ചെയ്യണ, ഒരു കമ്പനി മാർക്കറ്റിൽ ഓഫർ ചെയ്യണ മുഴുവൻ പ്രൊഡക്റ്റിനെയും അതുപോലെ തന്നെ ആ കമ്പനി ചെയ്യണ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണ്. അതായത് കമ്പനി ഓഫർ ചെയ്യുന്ന മുഴുവൻ പ്രൊഡക്റ്റിനെയാണ് മാർക്കറ്റിൽ ഓഫർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനലൈസിങ് ദ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഓഫേർഡ് ബൈ എ കമ്പനി ഇൻ ദ മാർക്കറ്റ്. അപ്പൊ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ആ കമ്പനി ചെയ്യുന്നത്, ഒരു കമ്പനി മൊത്തം എത്ര പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി മൊത്തം മാർക്കറ്റിൽ എത്ര പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. നമ്മൾ കമ്പനി ഓഫർ ചെയ്യുന്ന കമ്പനിയിൽ 10 പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ 10 പ്രൊഡക്റ്റിന്റെയും മാർക്കറ്റിലെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി 5 പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. ഈ 5 പ്രൊഡക്റ്റും ഒരേ രീതിയിലായിരിക്കുമോ പെർഫോം ചെയ്യുക? ഈ 5 പ്രൊഡക്റ്റും ഒരേ രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക? അല്ല. 5 പ്രൊഡക്റ്റും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഈ 5 പ്രൊഡക്റ്റും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഹൈ സെയിൽസ് ആയിരിക്കും, ഒരു പ്രൊഡക്റ്റ് ആവറേജ് സെയിൽസ് ആയിരിക്കും, ഒരു പ്രൊഡക്റ്റ് 0 സെയിൽസ് ആയിരിക്കും. അപ്പൊ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിലെ പെർഫോമൻസിൽ ആ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ്, കമ്പനിയുടെ പെർഫോമൻസ് അല്ല, പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ്, ഈ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ അനാലിസിസ്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്? ഒന്ന്, നമ്മളെ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പൊ ഏത് സ്റ്റേജിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും എന്തുണ്ട്, ആ പ്രൊഡക്റ്റിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലെ? ഇപ്പൊ നമുക്കൊക്കെ ഉള്ള പോലെ. അപ്പൊ നിങ്ങളിപ്പോ എന്താണ്, ടീനേജ് സ്റ്റേജിലാണ്. അതുപോലെ പ്രൊഡക്റ്റിനാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റേജസ് ഉണ്ട്: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. അപ്പോ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്ന്, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ കമ്പനി ഓഫർ ചെയ്ത പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത്തും ലിമിറ്റേഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ ഏത് സ്റ്റേജിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ അതോ ഗ്രോത്ത്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റിട്ടേൺ ഒന്നും വല്ലാതെ വരുന്നില്ല, നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് അധികമായിട്ടില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുക. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സ്റ്റേജിലാണ് നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്.
രണ്ടാമത് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇൻ കേസ് ഒരു വീക്ക് പൊസിഷനിലാണെന്ന് വെക്കുക, ആ വീക്ക് പൊസിഷനിൽ നിന്ന് നമ്മളെ പ്രൊഡക്റ്റിനെ സ്ട്രോങ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കമ്പനി മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനി പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്? നമ്മളെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്രൊഡക്റ്റ് ഏത് സ്റ്റേജിലാണ്, ഗ്രോത്ത് സ്റ്റേജിലാണോ ഡിക്ലൈൻ സ്റ്റേജിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ട്, ഇൻ കേസ് നമ്മളെ പ്രൊഡക്റ്റിന്റെ പൊസിഷൻ വീക്ക് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ സ്ട്രോങ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത്, പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യേണ്ടത്. ഈ ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അധികം ഒന്നുമില്ല, ഇനി നമുക്ക് കുറച്ചൊരു 4-5 ക്ലാസ്സോട് കൂട്ടി ചെയ്യും. ഇനി which are the factors influencing portfolio strategy? നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തുമ്പോൾ, നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? വി ഷുഡ് കൺസിഡർ ദ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ദ കമ്പനി. അതായത് നമ്മൾ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അതേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് വേറെ പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റൂല. 2 പ്രൊഡക്റ്റ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ 2 പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടാൻ ഒരു ആക്ഷൻ പ്ലാന്, ബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടാൻ ഒരു ആക്ഷൻ പ്ലാൻ. എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടാൻ ഒരു ആക്ഷൻ പ്ലാന്, ബി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ, ഇതുണ്ടായിരിക്കണം. അപ്പോ ഈ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ ആ സ്ട്രാറ്റജിയും നമ്മളെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയും എന്താണ്, മാച്ചിങ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, നമ്മൾ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ ഓർഗനൈസേഷന്റെ വാല്യൂസിനെ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ കറന്റ് ബിസിനസിന്റെ ഫ്യൂച്ചർ ഏത് രീതിയിലായിരിക്കും എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ മാട്രിക്സിൽ ഏത് പൊസിഷനിലാണെന്ന് നോക്കണം. അതായത് പോർട്ട്ഫോളിയോ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളെ പ്രൊഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഡിക്ലൈൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ വേറെ അനദർ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. മെച്യൂരിറ്റി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ പ്രൊഡക്റ്റിന് സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് പോളിസി കൺസിഡർ ചെയ്യണം. ഗവൺമെന്റ് പോളിസിയും ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ എന്ത് നോക്കണം, നമ്മളെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ്, നമ്മളെ പ്രൊഡക്റ്റിന്റെ കോമ്പറ്റീറ്റർ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയൊക്കെയാണ്, ആ പ്രൊഡക്റ്റ് എവിടെയൊക്കെയാണ് അവൈലബിൾ, ആ പ്രൊഡക്റ്റ് ഏതൊക്കെ കമ്പനീസ് ആണ് സെല് ചെയ്തിട്ടുള്ളത്, അവരെ സ്ട്രാറ്റജിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിന് എന്തുണ്ടാക്കേണ്ടത്, സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. സോ ലാസ്റ്റ് പോയിന്റ് ഈസ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഷുഡ് ബി ബേസ്ഡ് ഓൺ കമ്പനി റിസോഴ്സസ്. നമ്മളെ കമ്പനിയുടെ സ്ട്രെങ്ത്, നമ്മളെ കമ്പനിയുടെ ഫെസിലിറ്റി, നമ്മളെ കമ്പനിയുടെ ടെക്നോളജി, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് അതിന്റെ സെയിൽസ് കൂട്ടാനുള്ള ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഉള്ളത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞാനിത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്ന് വായിച്ചു നോക്കുക. ഇന്നിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനി ഡൗട്ട്സ്? ഞാൻ മോസിൻ സാറോട് പറയാം കേട്ടോ, ഷെയർ ചെയ്യാൻ പറയാം. ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറയാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞതിൽ. നമ്മൾ ഓരോ ദിവസം കുറച്ചെടുക്കുന്നുള്ളൂ തിയറി, അതുകൊണ്ട് തന്നെ ഇത് ആകെ 30% ഉള്ളൂ. നമുക്ക് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെ എത്തി, ഇനി എത്ര ഉണ്ട് എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, then we will continue inshallah tomorrow. Okay, then thank you students.